വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തനിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ആദിമസഭയുടെ ഒരു ബ്ലൂ പ്രിൻ്റാണ് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. മറ്റുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. പ്രവൃത്തി 4:32-33 വാക്യങ്ങൾ. ആദിമസഭ അനുഭവിച്ചതുപോലെയുള്ള ദൈവകൃപ അനുഭവിപ്പാൻ ഇന്ന് നമുക്ക് കഴിയുന്നുണ്ടോ? ഒരുമിച്ച് കൂടി വന്ന് ഏകമനസ്സോട് ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് കഴിയുന്നില്ല. മറ്റുള്ളവനെ കരുതുവാൻ സഹായിപ്പാൻ നാം ഒരുക്കമുള്ളവരല്ല. ചെറിയ ചെറിയ കാര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പരസ്പരം ചെളിവാരി എറിഞ്ഞ് നാം മുൻപോട്ട് പോകുന്നു. പിന്നെങ്ങനെ ദൈവകൃപ അനുഭവിപ്പാൻ നമുക്ക് കഴിയും? യഹസ്കേൽ രാജാവിൻ്റെ കാലത്ത് നടന്ന ഒരു പെസഹ ആചരണത്തെക്കുറിച്ച് 2 ദിനവൃത്താന്തം 30-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. എഴുതിയിരിക്കുന്ന നിയമങ്ങൾക്ക് അനുസരണമായി പെസഹ ആചരിച്ചവരും നിയമം വിട്ട് പെസഹ ആചരിച്ചവരും അവരിൽ ഉണ്ടായിരുന്നു. ഇരുകൂട്ടരെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരെല്ലാവരെയും വഹിച്ച് യഹസ്കിയാവ് പ്രാർത്ഥിച്ചു. തൽഫലമായി 7 ദിവസത്തെ പെസഹ ആചരണത്തിന് ശേഷം അവർ 7 ദിവസം കൂടി പെസഹ ആചരിച്ചു. തൽഫലമായി യഹൂദയിലെ സർവ്വസഭയും പുരോഹിതരും ലേവ്യരും ഇസ്രായേലിൽ നിന്ന് വന്ന സർവ്വസഭയും ഇസ്രായേൽ ദേശത്ത് നിന്ന് വന്ന് യഹൂദയിൽ പാർത്തിരുന്ന പരദേശികളും സന്തോഷിച്ചു. 2 ദിനവൃത്താന്തം 30:25. ഒരുമിച്ച് സന്തോഷം പങ്കിടുന്നതാണ് ദൈവകൃപ. ഒരുമിച്ച് കൂടി വന്ന് ദൈവകൃപ അനുഭവിച്ച് സന്തോഷിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇവിടെ നാം അനുഭവമാക്കുന്ന സന്തോഷമാണ് ദൈവകൃപ. ദൈവത്തെ അന്വേഷിക്കുന്ന എല്ലാവരെയും ഒന്നായി കാണുവാൻ കഴിയുമ്പോഴാണ് സന്തോഷമുണ്ടാകുന്നത്. അതിന് നമുക്ക് കഴിയണം. കക്ഷിത്വം എല്ലായിടങ്ങളിലുമുണ്ട്. 1 കൊരിന്ത്യർ 1:12 കൊരിന്ത് സഭയിൽ ഉണ്ടായിരുന്ന 4 കക്ഷികളെക്കുറിച്ച് പറയുന്നുണ്ട്. പൗലോസിൻ്റെ പക്ഷക്കാരൻ, അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരൻ, കേഫാവിൻ്റെ പക്ഷക്കാരൻ, ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ. വേദശാസ്ത്രപരമായ വ്യാഖ്യാനമായിരുന്നു ഈ വിധത്തിൽ 4 കക്ഷികൾ സഭയിലുണ്ടാകുവാൻ കാരണം. വേദശാസ്ത്രപരമായി വ്യാഖ്യാനിച്ച് ഈ 4 കക്ഷികളും സ്വയം നീതീകരിച്ച് തങ്ങൾ മാത്രമാണ് ക്രിസ്ത്യാനികളെന്ന് അഭിമാനിച്ചിരുന്നു. ഈ വിധത്തിൽ ഭിന്നിച്ചിരിക്കുന്നവരോട് പൗലോസ് ചോദിക്കുന്നത്, ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല, പൗലോസിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനപ്പെട്ടുവോ? 10-ാം വാക്യത്തിൽ പൗലോസ് കൊരിന്ത് സഭയ്ക്ക് നൽകുന്ന ഉപദേശം, നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം. വേദശാസ്ത്രപരമായ വ്യാഖ്യാനങ്ങൾ നൽകി നേതാക്കന്മാരുടെ പേരിൽ കക്ഷിയായി തിരിഞ്ഞ് ദൈവരാജ്യ സുവിശേഷത്തിന് എതിരായി വൈരാഗ്യബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന സഭകളോടും വിശ്വാസ സമൂഹത്തോടുമുള്ള ഉപദേശം ഇത് തന്നെയാണ്. കക്ഷിത്വം അഥവാ ഗ്രൂപ്പിസം സ്വാർത്ഥതയിൽ നിന്ന് ആണ് ഉടലെടുക്കുന്നത്. അതായത് സ്വന്തം പ്രാധാന്യത്തെക്കുറിച്ച് ബോധമുള്ളവരായി തീരുകയും അതേസമയം മറ്റുള്ളവരുടെ പ്രാധാന്യത്തെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് സ്വാർത്ഥത. സഭകളും വിശ്വാസികളും തമ്മിൽ ഭിന്നിച്ചിരിക്കുന്നതിനുള്ള കാരണവും സ്വാർത്ഥത തന്നെയല്ലേ? പൗലോസ് നമ്മോട് പറയുന്നത്, ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റിരിക്കുന്ന നാം ഒരിക്കലും ഭിന്നിച്ചിരിപ്പാൻ പാടില്ല എന്നാണ്. എൻ്റെ താല്പര്യമല്ല സഭയുടെ നാഥനായ ക്രിസ്തുവിൻ്റെ താല്പര്യം, എൻ്റെ മഹത്വമല്ല സഭയുടെ നാഥനായ ക്രിസ്തുവിൻ്റെ മഹത്വം. ആ ഒരു ചിന്തയിലേക്ക് വരുമ്പോൾ മാത്രമേ സ്വാർത്ഥത ഇല്ലാതായി ഐക്യതയിൽ ഒന്നാവാൻ കഴിയൂ. വേർപാണ്ടിന് നടിച്ചവർ ഇടിച്ചു കളഞ്ഞ് ക്രിസ്തുവിൽ എല്ലാവരെയും ഒന്നാക്കുന്ന പ്രവർത്തനമാണ് ക്രൂശിൽ നടന്നത്. ഒരിടയൻ്റെ കീഴിൽ ഒരു ആട്ടിൻകൂറ്റമായി വിശ്വാസവും നിൽക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഒരിടയനും ഒരാട്ടിൻകൂറ്റവും, 1 shepherd and 1 flock.
ഉൽപ്പത്തി 1:2 ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. ഇത് വളരെ അർത്ഥവത്താണ്. പാഴും ശൂന്യമായി കിടന്ന ഭൂമിയെ ഭംഗിയും ക്രമവും ചൈതന്യവുമുള്ളതാക്കി തീർത്തത് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്ന ആത്മാവാണ്. അതായത് നമ്മിലുള്ള ഭിന്നതകളെ മാറ്റി നമ്മെ ചൈതന്യമുള്ളവരാക്കി ഐക്യതയിൽ നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അസ്ഥികളുടെ താഴ്വരയിലും വീശിയ കാറ്റ് ദൈവത്തിൻ്റെ ആത്മാവായിരുന്നു. ഈ ആത്മാവാണ് എല്ലുകളിൽ ത്വക്കും ഞരമ്പും ഒക്കെ വെച്ച് അവരെ ഒരു വലിയ സൈന്യമായി രൂപപ്പെടുത്തിയത്. ഈ ആത്മാവ് നമ്മിലും വീശണം. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഭിന്നതകൾ മാറി കൂട്ടായ്മ ആചരിച്ച് സന്തോഷം പങ്കുവച്ച് ദൈവകൃപ അനുഭവിക്കുന്ന സമൂഹമായി നാം തീരണം. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വീശണം. ദൈവത്തിൻ്റെ ആത്മാവേ, എന്നിൽ വീശി ഐക്യതയുടെ അനുഭവത്തിൽ ദൈവകൃപ അനുഭവിപ്പാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ.